ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ നടൻ ശ്രീനാഥ് ഭാസിയെയും സൗമ്യയെയും സാക്ഷിയാക്കാൻ നീക്കം. സിനിമാ അഭിനേതാക്കൾക്ക് നിരോധിത ലഹരി വസ്തുക്കടത്തിൽ നേരിട്ട് ബന്ധമില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് സാക്ഷിയാക്കുന്നത്. അതേസമയം റിമാൻഡിലുള്ള പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി. രണ്ടുപേരുടെയും അപേക്ഷ തള്ളിയ ആലപ്പുഴ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി റിമാൻഡ് കാലാവധി നീട്ടി. ഷൈൻ ടോൺ ചാക്കോ, ശ്രീനാഥ് ഭാസി, മോഡൽ കെ സൗമ്യ, റിയാലിറ്റി ഷോയിലൂടെ പ്രശസ്തനായ ജിൻഡോ, നിർമ്മാതാവിന്റെ സഹായി ജോഷി ഉൾപ്പെടെ സിനിമാ മേഖലയിലുള്ള 5 പേരെ കഴിഞ്ഞ ദിവസം മണിക്കൂറുകളോളം എക്സൈസ് ചോദ്യം ചെയ്തിരുന്നു. തസ്ലീമയുമായി ഇവർക്ക് പരിചയമുണ്ടെന്ന് കണ്ടെത്താനായെങ്കിലും കേസിൽ പ്രതി ചേർക്കാൻ പറ്റുന്ന തരത്തിലുള്ള തെളിവുകൾ ലഭിച്ചില്ല. ശ്രീനാഥ് ഭാസിയുടെ ഫോണിലേക്ക് കുഷ് വേണോ എന്ന സന്ദേശം തസ്ലീമ അയച്ചിരുന്നു. വെയിറ്റ് എന്ന് ശ്രീനാഥും മറുപടി നൽകി. ഇക്കാര്യം നടൻ എക്സൈസിനോട് സമ്മതിച്ചിട്ടുണ്ട്. അതിനാലാണ് ശ്രീനാഥിനെ കേസിൽ സാക്ഷിയാക്കാൻ എക്സൈസ് ഉദ്ദേശിക്കുന്നത്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനായി യുവനടനെ അടുത്ത ദിവസം വീണ്ടും വിളിച്ചു വരുത്തും. കേസിലെ 1-ാം പ്രതി തസ്ലീമയും ഭർത്താവ് സുൽത്താനും ജാമ്യത്തിനായി കോടതിയെ സമീപിച്ചെങ്കിലും ലഭിച്ചില്ല. രണ്ടുപേരുടെയും അപേക്ഷ തള്ളിയ ആലപ്പുഴ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി റിമാൻഡ് കാലാവധി നീട്ടി. കൈരളി ന്യൂസ്, ആലപ്പുഴ.